കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പോയി പിൻവാങ്ങി. അവൻ നസറത്ത് വിട്ട് സെബൂലൂണിൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർനാമിൽ ചെന്ന് പാർത്തു. ഇത് യെശയ്യാ പ്രവാചകൻ വഴി അരുൾ ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാൻ്റെ മറുകരയിൽ സെബൂലൂൺ നഫ്താലി പ്രദേശങ്ങൾ, വിജാതീയരുടെ ഗലീലി. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കുവാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അവൻ ഗലീലി കടൽ തീരത്ത് നടക്കുമ്പോൾ കടലിൽ വലവീശിക്കൊണ്ടിരുന്ന 2 സഹോദരന്മാരെ കണ്ടു. പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനും സഹോദരൻ അന്ത്രയോസിനെയും. അവർ മീൻപിടുത്തക്കാരായിരുന്നു. അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. അവർ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ വേറെ 2 സഹോദരന്മാരെ കണ്ടു, സെബദീപുത്രന്മാരായ യാക്കോബും സഹോദരൻ യോഹന്നാനും. അവർ പിതാവുമൊത്ത് വഞ്ചിയിലിരുന്ന് വല നന്നാക്കുകയായിരുന്നു. അവരെയും അവൻ വിളിച്ചു. തൽക്ഷണം അവർ വഞ്ചി ഉപേക്ഷിച്ചു പിതാവിനെയും വിട്ട് അവനെ അനുഗമിച്ചു. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. നമ്മൾ ശ്രവിച്ച തിരുവചനങ്ങൾ നമുക്കൊത്തിരി ശക്തി പകർന്നു തരുന്ന വചനങ്ങളാണ്. ആദ്യ വായനയിൽ യെശയ്യാ പ്രവാചകൻ്റെ പ്രവചനം, അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു വലിയ പ്രകാശം കണ്ടു. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ പ്രകാശം കണ്ടു. യെശയ്യാ പ്രവാചകൻ ഈശോ ജനിക്കുന്നതിന് ഏതാണ്ട് 700 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ കാര്യമാണ്. 700 വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ ഒരു വലിയ അന്ധകാരത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. അസീറിയക്കാർ അവരെ കീഴ്പ്പെടുത്തി. അസീറിയക്കാർ അവരുടെ നാടിനെ നശിപ്പിക്കുക തന്നെ ചെയ്തു എന്ന് പറയാം. അവരുടെ ഏക സ്രോതസ്സായിരുന്ന കൃഷിഭൂമിയെല്ലാം നശിപ്പിക്കപ്പെട്ടു. യാതൊരു കൃഷിയും അവിടെ ഇല്ലാതായി. ഭൂമി മുഴുവൻ വരണ്ടിരിക്കുന്ന സമയം, സാമ്പത്തികമായിട്ട് ജനങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടിയ സമയം. തീർച്ചയായിട്ടും അതൊരു അന്ധകാരത്തിൻ്റെ ദിവസങ്ങളായിരുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. പൊളിറ്റിക്കലായിട്ട്, സാമ്പത്തികമായിട്ട് അവർ അന്ധകാരത്തിലായിരുന്നു. അതിലുപരി അവരുടെ ഇടയിൽ ഒരു ആത്മീയമായ അന്ധകാരവുമുണ്ടായി, സ്പിരിച്വൽ ഡാർക്ക്നെസ്. കാരണം പ്രതിസന്ധിയിലായിരുന്നപ്പോൾ അവർ ആശ്രയിച്ചത് ഈജിപ്തുകാരെയും അസീറിയക്കാരെയുമാണ്. അവരുടെ അടുക്കലേക്ക് സഹായത്തിനായിട്ട് ജനം പോയി. ദൈവത്തെയും കൽപ്പനകളെയും മറന്ന്, ചരിത്ര നിയന്താവായ ദൈവത്തെ മറന്ന് അവർ ആശ്രയിച്ചത് അന്യരാജ്യങ്ങളെയാണ്, ആ രാജ്യത്തിൻ്റെ ശക്തിയെയാണ്. അവർ മറ്റ് ദേവന്മാരെ ആരാധിക്കുവാൻ തുടങ്ങി, വിഗ്രഹങ്ങളെ ആരാധിക്കുവാൻ തുടങ്ങി, വിഗ്രഹങ്ങൾക്ക് ധൂപമർപ്പിക്കുവാൻ തുടങ്ങി, ബാളിൻ്റെ ദേവന്മാരെ ആരാധിക്കുവാൻ തുടങ്ങി. അവർ അവരുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന, ദൈവത്തിൽ ആശ്രയിക്കാതെ ദൈവത്തെ മറന്ന് ജീവിച്ച ദിവസങ്ങൾ അതവരുടെ ആത്മീയ അന്ധകാരത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. ഈ സാഹചര്യത്തിലാണ് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ശബ്ദം അവരുടെ ഇടയിലേക്ക് വരുന്നത്. യെശയ്യാ പ്രവാചകൻ അവരോട് പറയുന്നു, അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. ഇതാ 700 വർഷങ്ങൾക്ക് ശേഷം
ആ പ്രകാശം അവിടെ ഉദിച്ചു, ആ പ്രകാശം അവിടെ ശോഭിച്ചു. മത്തായിയുടെ സുവിശേഷത്തിൽ മത്തായി സുവിശേഷകൻ നമ്മളോട് പറയുന്നു, അന്ധകാരത്തിൽ കഴിഞ്ഞ ജനമിത പ്രകാശം കണ്ടിരിക്കുന്നു. യേശു ഇസ്രായേലിലേക്ക് വന്നപ്പോൾ, ജനിച്ചപ്പോൾ അത് റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു. യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചപ്പോൾ അസീറിയയുടെ കീഴിലായിരുന്നപ്പോൾ എങ്കിൽ യേശു ജനിച്ചപ്പോൾ റോമാ സാമ്രാജ്യമാണ് അവിടെ കീഴടക്കിയിരുന്നത്. അവിടെയും അന്ധകാരത്തിൻ്റെ ഒരു നിഴലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്, ഇതാ ഗലീലിയിൽ, നസറത്ത് വിട്ട് യേശു ഗലീലിയിലേക്ക് വന്നപ്പോൾ അവിടെയും അന്ധകാരത്തിൻ്റെ ഒരു പ്രകാശമില്ലാത്ത ഒരവസ്ഥ. ഇതാ യേശു അവിടെ ജനിച്ചിരിക്കുന്നു. യേശു തൻ്റെ സുവിശേഷ ജോലി ആരംഭിക്കുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരിക്കലും അന്ധകാരത്തിന് പ്രകാശത്തെ ഇല്ലാതാക്കുവാൻ കഴിയുകയില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അന്ധകാരത്തിൻ്റെ മേഖലകളുണ്ട്. മ്ലാനതയുടെ, വിഷാദത്തിൻ്റെ, സങ്കടത്തിൻ്റെ, പ്രതിസന്ധിയുടെ മേഖലകൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. എന്നാൽ ഇതാ വചനം പറയുന്നു, അന്ധകാരത്തിനെ കീഴ്പ്പെടുത്തുവാൻ പ്രകാശത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന അന്ധകാരത്തിൻ്റെ മേഖലകളെ ഇല്ലാതാക്കുവാൻ യേശുവാകുന്ന പ്രകാശത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. യേശുവാകുന്ന പ്രകാശത്തെ തിരിച്ചറിഞ്ഞ് ആ യേശുവാകുന്ന പ്രകാശത്തെ അനുഗമിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള, നമ്മുടെ ചുറ്റുപാടുമുള്ള അന്ധകാരത്തിൻ്റെ മേഖലകൾ ഇല്ലാതാവുകയുള്ളൂ. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിലെ അന്ധകാരം എന്താണ്? നമുക്ക് 3 തരത്തിലുള്ള അന്ധകാരത്തെ കാണുവാൻ സാധിക്കും. 3 types of darkness. ഒന്നാമത്തെ അന്ധകാരമാണ് സാഹചര്യങ്ങളിലുള്ള അന്ധകാരം, അല്ലെങ്കിൽ സർക്കംസ്റ്റാൻഷ്യൽ ഡാർക്ക്നെസ് എന്ന് പറയാം. ഒരുപക്ഷേ ആ സാഹചര്യങ്ങളിൽ ഇന്ന് അന്ധകാരത്തിൻ്റെ മേഖലകൾ വരെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നുണ്ടായിരിക്കും. ഒരുപക്ഷെ ഒരു രോഗമായിരിക്കാം, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളായിരിക്കാം, ജോലിയില്ലാത്ത അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തകർച്ചയായിരിക്കാം, മാനസികമായിട്ടുള്ള സംഘർഷങ്ങളായിരിക്കാം, സാമ്പത്തികമായിട്ടുള്ള കടബാധ്യതകളായിരിക്കാം, മക്കളെക്കുറിച്ചുള്ള ഭയമായിരിക്കാം. പലതരത്തിലുള്ള സർക്കംസ്റ്റാൻസസ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരിക്കലും പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത ചില അവസ്ഥകൾ, ഞാനിനി ജീവിക്കണമോ എന്ന് പോലും ചിന്തിക്കുന്ന നിമിഷങ്ങൾ, എൻ്റെ പ്രയത്നങ്ങൾക്കൊന്നും ഫലമില്ല, ഞാൻ എത്ര പരിശ്രമിച്ചിട്ടും എൻ്റെ പ്രശ്നങ്ങൾ എന്നെ വിട്ടുപോകുന്നില്ല, എനിക്കൊരു ഉത്തരം കിട്ടുന്നില്ല എന്ന് നമ്മളൊക്കെ ചോദിച്ച് അന്താളിച്ച് നിൽക്കുന്ന നിമിഷങ്ങൾ നമ്മുടെ സാഹചര്യങ്ങളിലുള്ള അന്ധകാരമാണ്. ഈ സാഹചര്യ അന്ധകാരത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. എന്നാൽ ഈ സാഹചര്യ അന്ധകാരങ്ങൾ മറ്റൊരു അന്ധകാരത്തിലേക്ക്, അതായത് നമ്മുടെ വൈകാരികമായ അന്ധകാരം അല്ലെങ്കിൽ ഇമോഷണൽ ഡാർക്ക്നെസ്സിലേക്ക് നമ്മളെ തള്ളിയിടും. ജീവിതത്തിൽ മടുത്ത് പിടിച്ചു നിൽക്കുവാൻ സാധിക്കാത്ത, ജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനവും ഒക്കെ നഷ്ടപ്പെടുന്ന അവസരങ്ങളിൽ നമ്മുടെ ഉള്ളിലേക്ക് ചില വൈകാരിക പ്രശ്നങ്ങൾ, ഒരുപക്ഷെ ഭയമായിരിക്കാം, വിഷാദമായിരിക്കാം, സങ്കടമായിരിക്കാം, കോപമായിരിക്കാം, നമ്മളെ അലട്ടുന്ന പല ഒറ്റപ്പെടുന്ന അനുഭവങ്ങളായിരിക്കാം, സ്നേഹം കിട്ടാത്ത അവസ്ഥയായിരിക്കാം, ആരുടെയും അംഗീകാരമില്ലാത്ത അവസ്ഥയായിരിക്കാം, എല്ലാവരാലും തഴയപ്പെട്ടവൾ എന്നുള്ള അനുഭവമായിരിക്കാം. അങ്ങനെയുള്ള വികാരങ്ങൾ നമ്മളെ അന്ധകാരത്തിലേക്ക് തള്ളിയിടും. എന്നാൽ മൂന്നാമതൊരു അന്ധകാരം കൂടിയുണ്ട്, നമ്മുടെ സ്പിരിച്വൽ ഡാർക്ക്നെസ്, ആത്മീയമായിട്ടുള്ള അന്ധകാരം. ഇങ്ങനെ നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പലവിധ വികാരങ്ങളിലേക്ക് നമ്മളെ തള്ളിയിടുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ചില ചോദ്യങ്ങൾ വരാറുണ്ട്. ദൈവമുണ്ടോ? ദൈവം ഇതെല്ലാം കാണുന്നുണ്ടോ? ഞാൻ ഇത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്കെന്താണ് ഉത്തരം കിട്ടാത്തത്? ഞാൻ വിശ്വസിക്കുന്ന യേശുവും ഞാൻ അനുഭവിക്കുന്ന യേശുവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലോ. എൻ്റെ വിശ്വാസവും എൻ്റെ ജീവിത അനുഭവവും തമ്മിൽ മാച്ച് ചെയ്യുന്നില്ലല്ലോ എന്ന് നമുക്ക് തോന്നുന്ന അവസരങ്ങൾ, ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചോ? ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളിതാ നശിക്കുവാൻ പോകുന്നു, നീ ഇത് കാണുന്നില്ലേ എന്ന് വള്ളത്തിലിരുന്നു കൊണ്ട് ശിഷ്യന്മാർ ചോദിച്ച അതേ ചോദ്യം നമ്മളും ചിലപ്പോൾ ചോദിക്കാറുണ്ട്. എൻ്റെ കർത്താവേ, എനിക്ക് ഇതെല്ലാം സംഭവിച്ചിട്ടും നീ എന്നെ രക്ഷിക്കാൻ വരുന്നില്ലല്ലോ, നീ രക്ഷകനാണ്, നീ സൗഖ്യദായകനാണ് എന്നെല്ലാം ഞാൻ പ്രസംഗങ്ങളിൽ കൂടെ കേൾക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്കത് അനുഭവിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള ചോദ്യങ്ങൾ,
സംശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങളാണ് ഈ സ്പിരിച്വൽ ഡാർക്ക്നെസ്. അപ്പോൾ നമ്മളെല്ലാവരും ഓരോ തരത്തിലുള്ള അന്ധകാരത്തിൻ്റെ ഇരുട്ടിൻ്റെ മേഖലയിലൂടെ ഓരോ ദിവസവും ജീവിക്കുന്നവരാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ഈ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്ന പ്രത്യാശ എന്താണ്? ഈശോ പറയുന്നുണ്ട്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. യേശുവാകുന്ന പ്രകാശത്തെ സ്വീകരിക്കാതെ നമ്മുടെ ജീവിതത്തിൽ രക്ഷയില്ല. ഈ അന്ധകാരത്തെ നേരിടുമ്പോൾ, അന്ധകാരത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ നമ്മൾ ആരും വിചാരിക്കരുത് എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്കൊരിക്കലും പ്രകാശം കിട്ടുകയില്ല, എൻ്റെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് എന്നാരും ചിന്തിക്കരുത്. മറിച്ച് പ്രകാശമാകുന്ന യേശു കടന്നു വരുമ്പോൾ അന്ധകാരത്തെ നേരിടുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കും. എന്നാൽ ഈശോ അവിടെ വചനം പ്രഘോഷിച്ചു, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. എന്താണ് ഈ ദൈവരാജ്യം? പലപ്പോഴും നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് ആത്മീയമായിട്ട് മാത്രമേ ചിന്തിക്കാറുള്ളൂ. ദൈവരാജ്യത്തെ നമ്മൾ മോറലൈസ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ സ്പിരിച്വലൈസ് ചെയ്യും, അതിനെ വെറും ഒരു ആശയമായിട്ട് നമ്മൾ കാണും. എന്നാൽ ദൈവരാജ്യം എന്താണെന്ന് പൗലോസ് അപ്പോസ്തലൻ്റെ കൊരിന്തോസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ സ്വരച്ചേർച്ചയില്ലാതെ ജീവിക്കുമ്പോൾ, നിങ്ങൾ ഏക മനസ്സോടെ, ഏക ഹൃദയത്തോടെ, ഏക അഭിപ്രായത്തോടെ ജീവിക്കാതെ വരുമ്പോൾ, നിങ്ങൾ വിഭജിക്കപ്പെട്ട് ജീവിക്കുമ്പോൾ നിങ്ങൾ ദൈവരാജ്യത്തിലല്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് ഐക്യത്തിലുള്ള, സ്നേഹത്തിലുള്ള ജീവിതമാണ്. നമ്മുടെ ഇവിടെ നോക്കിയാലും ഇന്ന് വിഭജിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. കുടുംബങ്ങളിലേക്ക് നോക്കുക, അവിടെ വിഭജനമാണ്, ഡിവിഷനാണ്. ഭാര്യയും ഭർത്താവും തമ്മിലായിരിക്കാം, മാതാപിതാക്കളും മക്കളും തമ്മിലായിരിക്കാം, സഹോദരങ്ങൾ തമ്മിലായിരിക്കാം, അയൽവാസികളുമായിട്ടായിരിക്കാം. എന്നാൽ സഭയിൽ പോലും ഇന്ന് ഡിവിഷൻ നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാവരും വായിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, സഭയിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. സഭാ മക്കൾ തന്നെ വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. അതേക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എവിടെ വിഭജനമുണ്ടോ, എവിടെ ഡിവിഷനുണ്ടോ, എവിടെ സ്നേഹക്കുറവുണ്ടോ, അവിടെ ദൈവരാജ്യമില്ല. യേശു പ്രഘോഷിച്ച ദൈവരാജ്യം, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇതാണ് യേശു പ്രഘോഷിച്ചത്. ഇതാണ് യഥാർത്ഥ സുവിശേഷം. മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യത്തിൽ, അനുഭവത്തിൽ ജീവിക്കുക, സ്നേഹത്തിൽ, ഐക്യത്തിൽ ജീവിക്കുക. പ്രിയപ്പെട്ടവരെ, എല്ലായിടത്തും നമ്മൾ കാണുന്ന ഈ ഡിവിഷൻ, ഈ വിഭജനം നമുക്കൊരു കാര്യം മനസ്സിലാക്കി തരികയാണ്. യേശുവിനെ കേന്ദ്രീകരിക്കാത്ത ജീവിതങ്ങളിൽ വിഭജനമുണ്ടാകും. യേശുവിൻ്റെ കുരിശ് ആണ് സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. ആ കുരിശിനെ, ആ യേശുവിനെ, പ്രകാശമാകുന്ന യേശുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ മധ്യത്തിൽ നിർത്താതെ, നമ്മുടെ കുടുംബങ്ങളുടെ മധ്യത്തിൽ നിർത്താതെ നമുക്കൊരിക്കലും സമാധാനം ലഭിക്കുകയില്ല എന്ന് വചനം നമ്മളെ അറിയിക്കുകയാണ്. അന്ധകാരത്തിലായിരിക്കുന്ന ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. യേശുവാകുന്ന ആ മഹത്തായ പ്രകാശം നമ്മളിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ സ്നേഹം നിറയണം. വിഭജിക്കപ്പെടുന്ന, അല്ലെങ്കിൽ മാറി നിൽക്കുന്ന, വിഭജിക്കപ്പെടുന്ന അനുഭവങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് സ്നേഹത്തിലൂടെ കൂട്ടായ്മയിലേക്ക് വരണം. ഐക്യത്തിലായിരിക്കണം, സ്വരച്ചേർച്ചയുണ്ടായിരിക്കണം. ഒരു ഏക ഹൃദയത്തോടെ, ഏക മനസ്സോടെ ജീവിക്കുവാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. അവിടെയാണ് ദൈവരാജ്യം. നമുക്ക് ആ അനുഭവം നൽകുന്ന ഏറ്റവും വലിയ സന്ദർഭമാണ് ദിവ്യബലിയുടെ ആ സന്ദർഭം. നമ്മളെല്ലാവരും പല കുടുംബങ്ങളിൽ നിന്ന്, പല നാടുകളിൽ നിന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഇത് തന്നെയാണ് ദൈവരാജ്യത്തിൻ്റെ അനുഭവം എന്ന് പറയുക. ഒരു മനസ്സോടെ, ഒരു ഹൃദയത്തോടെ യേശുവാകുന്ന പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുക, യേശുവിനെ അനുഗമിക്കുക. ഈ ഒരു വിളിയാണ് ഇന്നത്തെ വചനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാണുന്ന സാഹചര്യങ്ങളിലുണ്ടായിരിക്കുന്ന അന്ധകാരമായിക്കൊള്ളട്ടെ, വൈകാരികമായ അന്ധകാരമാകട്ടെ, ആത്മീയമായ അന്ധകാരമാകട്ടെ, നമുക്കൊരേ ഒരു ഉത്തരമേ ഉള്ളൂ, ഒരേ ഒരു രക്ഷയേ ഉള്ളൂ, കർത്താവായ യേശുവിൽ. യേശുവാണ് നമ്മുടെ പ്രകാശം. ആ പ്രകാശത്തെ തിരിച്ചറിഞ്ഞ് ഓരോ ദിവസവും ആ പ്രകാശത്തിൽ ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം.